الحمد لله رب العالمين. لا عز إلا في طاعته، ولا سعادة إلا في رضاه، ولا نعيم إلا في ذكره، الذي إذا أطيع شكره، وإذا عصي تاب وغفره، والذي إذا دعي أجابه، وإذا استعيذ به أعاذه. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. واعتصموا بالكتاب والسنة فإن خير الكلام كلام الله، وخير سنن سنن محمد مصطفى صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله سبحانه وتعالى في القرآن الحكيم بعد أن نقول أعوذ بالله من الشيطان الرجيم: الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. صدق الله العلي العظيم. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, എൻ്റെ സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, പരസ്യവും രഹസ്യവുമായ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ഈ ഒത്തുചേരൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സൽക്കർമ്മമായി രേഖപ്പെടുത്തുകയും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറുമാകട്ടെ. സഹോദരന്മാരെ, കഴിഞ്ഞ ഖുതുബയിൽ നാം സംസാരിച്ച വിഷയം തവക്കുലിനെ കുറിച്ചാണ്. ഖുർആനിലെ തവക്കുലിനെ കുറിച്ച് പരാമർശിക്കുന്ന 6 സന്ദർഭങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതിലെ 2 സന്ദർഭങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കുകയും ചെയ്തു. ഒന്നാമത്തത് നേതൃത്വം നൽകുമ്പോഴും തീരുമാനങ്ങളും എടുക്കുമ്പോഴും തവക്കുലിൻ്റെ പ്രസക്തിയെക്കുറിച്ചും, രണ്ടാമത് വിഭവശേഷിക്ക് വേണ്ടി തവക്കുൽ ചെയ്യുന്ന സന്ദർഭങ്ങളും നാം പരിശോധിച്ചു. ഇന്ന് 3ഉം 4ഉം സന്ദർഭങ്ങളിലേക്കാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ സന്ദർഭം എന്നത് ഭയവും ശത്രുതയും നേരിടുമ്പോൾ. നമ്മൾ പല സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന ആളുകളാണ്. ചിലപ്പോൾ നമ്മൾക്ക് ഭയമുണ്ടാവും, ശത്രുക്കളാൽ ചിലപ്പോൾ നമ്മൾ വിറപ്പിക്കപ്പെടും. അത്രയും സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് തവക്കുൽ റസൂലുള്ളാഹി ചെയ്തതെന്നും ഖുർആനിലെ ഉദാഹരണങ്ങൾ എന്താണെന്നും നോക്കാൻ പോവുകയാണ്. ഉഹദ് യുദ്ധത്തിന് ശേഷം മുസ്ലിങ്ങൾ വല്ലാത്ത പ്രയാസത്തിലായിരുന്നു. ആ സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആലി ഇമ്രാനിലെ 173-ാമത്തെ ആയത്ത് അവതരിപ്പിക്കുന്നത്. അല്ലദീന ഖാല ലഹുമുന്നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അവരോട് ജനം പറഞ്ഞു, നിങ്ങൾക്കെതിരെ വൻ സൈന്യങ്ങൾ സംഘടിച്ചിരിക്കുന്നു, സൂക്ഷിച്ചു കൊള്ളുക. അതു കേട്ട് അവരിൽ സത്യവിശ്വാസം വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അവർ മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് അല്ലാഹു മതി, കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഏറ്റവും പറ്റിയവൻ അവൻ തന്നെയാകുന്നു. ശത്രുക്കൾ വലിയ സൈന്യവുമായി വീണ്ടും വരുന്നുണ്ടെന്നും അവരെ പേടിക്കണമെന്നും ചിലർ മുസ്ലിങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ ഈ ഭീഷണി അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. അവർക്ക് ഭയമുണ്ടായില്ല. ഞങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ഭയക്കുന്നുള്ളൂ, സൃഷ്ടികളെ ഭയക്കുന്നവരല്ല സത്യവിശ്വാസികൾ എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. ഈ സന്ദർഭത്തിലാണ് അവർ പറഞ്ഞത്, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് അള്ളാഹു തന്നെ ധാരാളം മതി എന്ന് പ്രഖ്യാപിക്കുക വഴി സത്യവിശ്വാസികൾ ഇസ്സത്ത് വീണ്ടെടുത്ത മദീനയിലേക്ക് തിരിച്ചു പോകുന്ന. ഉഹദിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ആദ്യം
ആ ഒരു സന്ദർഭത്തെ വിജയിച്ചുകൊണ്ട് മദീനയിലേക്ക് തിരിച്ചു വരുന്ന ചരിത്രമാണ് നാം കാണുന്നത്. ഹിജ്റ 3-ാം വർഷം ഉഹദ് യുദ്ധത്തിന്റെ തൊട്ട് പിന്നാലെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ നടന്ന സുപ്രധാനമായ ഒരു സൈനിക നീക്കമായിരുന്നു ഹംറ അൽ അസദ് എന്ന് പറയുന്നത്. ഇതിനെ ഒരു മികച്ച മനഃശാസ്ത്ര യുദ്ധം, ഒരു സൈക്കോളജിക്കൽ വാർഫെയർ ആയാണ് ചരിത്രകാരന്മാർ ഈ യുദ്ധത്തെ വിശേഷിപ്പിക്കുന്നത്. ഉഹദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. മക്കയിലെ ഖുറൈശികൾ യുദ്ധം കഴിഞ്ഞ് മടങ്ങിയെങ്കിലും വഴിമധ്യേ അവർ വീണ്ടും മദീനയെ ആക്രമിക്കാൻ പദ്ധതി ഇടുന്നതായി പ്രവാചകൻക്ക് വിവരം ലഭിച്ചു. മുസ്ലിങ്ങൾ തളർന്നിട്ടില്ലെന്നും ശത്രുക്കളെ ബോധ്യപ്പെടുത്താനായി പ്രവാചകൻ ഒരു പിന്തുടർച്ച യാത്ര പ്രഖ്യാപിച്ചു. ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തവർ മാത്രമേ ഇതിൽ വരാൻ പാടുള്ളൂ എന്ന് അദ്ദേഹം നിർദ്ദേശം നൽകി. അതായത് മുസ്ലിം ഉമ്മത്ത് അവരെ തളർന്നിട്ടില്ല, അവർക്ക് ഇസ്സത്തുണ്ട്, അവർക്ക് ആദർശമുണ്ട്, അവർക്ക് എല്ലാ തരത്തിലുമുള്ള കഴിവുണ്ട്, അവർ പരാജയപ്പെട്ടവരല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി റസൂലുള്ള പറഞ്ഞു, ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തവർ മാത്രം ഈ യുദ്ധത്തിലേക്ക് വന്നാൽ മതി എന്ന്. പരിക്കേറ്റ ശരീരവുമായി അവർ ഈ ആഹ്വാനം സ്വീകരിച്ചു. മദീനയിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ അകലെയുള്ള സ്ഥലമാണ് ഹംറ അൽ അസദ്. അവിടെ എത്തിയ ശേഷം പ്രവാചകൻ മുസ്ലിം സൈന്യത്തോട് ആവശ്യപ്പെട്ടത്, രാത്രി നിങ്ങൾ 500 വ്യത്യസ്ത സ്ഥലങ്ങളിൽ തീക്കുണ്ടുകൾ കത്തിക്കാൻ ആവശ്യപ്പെട്ടു. അത് എന്തെന്ന് വെച്ചാൽ, ശത്രുക്കൾ ദൂരെ നോക്കുമ്പോൾ 500-ലധികം സ്ഥലങ്ങൾ തീ കത്തുന്നത് കാണുമ്പോൾ ഇത്ര വലിയ സൈന്യമായിട്ടാണ് മുസ്ലിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് അവർക്ക് ബോധ്യമാകും. അതിനുവേണ്ട ഒരു തന്ത്രമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. മുസ്ലിങ്ങൾ പുതിയ കരുത്തോടെ വരികയാണെന്ന് വിശ്വസിച്ച അബൂ സുഫിയാൻ മദീന ആക്രമിക്കാനുള്ള പദ്ധതി ഉപേക്ഷിച്ച് വേഗത്തിൽ മക്കയിലേക്ക് മടങ്ങി. എന്നാൽ മുസ്ലിങ്ങൾ അവിടെ 3 ദിവസം അവിടെ തങ്ങുകയും പിന്നീടാണ് മദീനയിലേക്ക് തിരിച്ചു വരുന്നത്. ഭയമുണ്ടാകുമ്പോൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത മറ്റൊരു സന്ദർഭമാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം തീയിലേക്ക് വലിച്ചെറിയുന്ന ആ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ തീ ഉണ്ടാക്കാൻ വേണ്ടി ചരിത്രം പറയുന്നു 3 ദിവസത്തിലധികമാണ് വിറകുകൾ ശേഖരിക്കാൻ വേണ്ടി ആളുകൾ എടുത്തത്. അത്രയും ഭയാനകമായ, അത്ര വലിയ ഒരു തീക്കുണ്ടാരത്തേക്കാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ വലിച്ചെറിയാൻ പോകുന്നത്. ആ ഒരു സന്ദർഭത്തിൽ കൈകാലുകൾ കെട്ടിയിട്ട ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ തീയിലേക്ക് എറിയുന്ന തൊട്ടു മുമ്പേ ജിബ്രീൽ അലൈഹി ഇസ്ലാം ആ ഒരു കാഴ്ച കണ്ടപ്പോ ജിബ്രീൽ അലൈഹി ഇസ്ലാം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് പറയുകയാണ്, ഇബ്രാഹിമേ, താങ്കൾക്ക് അള്ളാഹുവിനോടൊന്ന് രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൂടെ എന്ന്. ആ സന്ദർഭത്തിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് ചോദിക്കുകയാണ്, അല്ലയോ ജിബ്രീലെ, ഇത് താങ്കളുടെ അഭിപ്രായമാണോ അതോ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ അറിയിക്കാൻ പറഞ്ഞതാണോ? അപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാം പറയുകയാണ്, അല്ല ഇബ്രാഹിം അലൈഹി ഇസ്ലാം, താങ്കളുടെ നിസ്സഹായ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അതിന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാം നൽകിയ മറുപടി, എന്റെ റബ്ബിന് എന്നേക്കാൾ എന്റെ അവസ്ഥയെ കുറിച്ച് അറിയുന്നവനാണ്. അതുകൊണ്ട് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഞാൻ എന്റെ കാര്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു, അവൻ തന്നെ എനിക്ക് ധാരാളം മതി എന്ന് ഉറപ്പിച്ചു പറയുകയുണ്ടായി. അങ്ങനെ ആളിക്കത്തുന്ന തീയിലേക്ക് എറിയപ്പെട്ടപ്പോൾ ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുൽനാ യാ നാർ കൂനി ബർദൻ വ സലാമൻ അലാ ഇബ്രാഹിം. അല്ലയോ തീയെ, നിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ചൂടാണ്, പക്ഷേ നീ തണുപ്പാവുക. നീ തണുപ്പ് മാത്രമായാൽ പോരാ, നീ ശാന്തി കൂടെയാകണം. ആർക്ക് വേണ്ടി? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് വേണ്ടി. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ തീയിലേക്ക് എറിഞ്ഞപ്പോൾ ബന്ധിക്കപ്പെട്ട കയറുകൾ കത്തിപ്പോയെങ്കിലും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ഒരു തരത്തിലുള്ള ദ്രോഹം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീയുടെ സ്വഭാവത്തെ മാറ്റിക്കൊണ്ട്, അത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് വേണ്ടി മാത്രം മാറ്റിക്കൊണ്ട് ആ തീയോട് പറയുന്നു, തീയെ, നീ തണുപ്പായാൽ മാത്രം പോരാ, നീ ശാന്തി കൂടിയാകണം. എന്തിനാണ് അള്ളാഹു അത് പറഞ്ഞത്? തണുപ്പ് എന്നത് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രയാസകരമാണ്.
തണുപ്പടിച്ചുകൊണ്ട് മരിക്കുന്ന ആളുകളെ കാണുന്നുണ്ട്. പക്ഷെ അള്ളാഹു പറയുകയാണ്, തീയെ നീ തണുപ്പ് മാത്രമായാൽ പോരാ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ശാന്തിയാവുന്ന രൂപത്തിൽ, ഒരു തലത്തിലുമുള്ള പ്രയാസമില്ലാത്ത രൂപത്തിൽ നിന്റെ തണുപ്പായിരിക്കണം എന്ന് പറയുകയും, ആലാ ഇബ്രാഹിം, വേറെ ആർക്കുമല്ലട്ടാ, നീ നിന്റെ സ്വഭാവത്തെ മാറ്റേണ്ടത് മറ്റാർക്കുമല്ല, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് വേണ്ടി മാത്രമാകണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചപ്പോൾ തീ തന്റെ സ്വഭാവം മാറ്റുന്നു, തണുപ്പാകുന്നു, ശാന്തിയാകുന്നു. നാട്ടുകാരും ഈ ജനങ്ങളൊക്കെ നോക്കി നിൽക്കെ ഒരു പോറൽ പോലും ഇല്ലാതെ ഇബ്രാഹിം അലൈഹി സ്വലാം അതാ വലിയ തീ കുണ്ടാരത്തിന് പുറത്തേക്ക് വരുന്നു. ഇതാണ് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീലിന്റെ ഒരു പ്രാധാന്യം. നാലാമത്തത്, ആളുകളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, മസ്ലി വ മസ്ലുക്കും കമസ്ലി റജുലിൻ ഔഖദ നാറൻ ഫജഅല ജനാദിബു വൽ ഫറാഷ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെയും നിങ്ങളുടെയും ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഒരാള് തീ കത്തുമ്പോൾ അതിലേക്ക് പാറ്റകളും പൂമ്പാറ്റകളും ഇത്തരത്തിലുള്ള പാറ്റകളെല്ലാം പറന്നു വരുമ്പോൾ അതിനെ തടുത്തിട്ട് അത് കത്താത്ത രൂപത്തിലേക്ക് അതിനെ തള്ളി മാറ്റുന്നത് എങ്ങനെയാണോ, അപ്രകാരമാണ് ഞാൻ നിങ്ങളെ നരകത്തിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങളാവട്ടെ എന്റെ കൈകളിൽ നിന്നും വഴുതി പോകാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾക്കതിന്റെ പ്രയാസം മനസ്സിലാകുന്നില്ല. നിങ്ങൾ തീയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ തീയിൽ നിന്ന് മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളോ അത് ഉൾക്കൊള്ളുന്നില്ല. സത്യനിഷേധികളെയും മുനാഫികളെയും പ്രവാചകൻ ഹിദായത്തിന്റെ വഴിയിലേക്ക് എത്ര ക്ഷണിച്ചിട്ടും അവർ സ്വീകരിക്കുന്നില്ല. അവർ പാറ്റകളെ തീയിലേക്ക് പറന്നു പോകുന്നത് പോലെ അവർ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥ ആലോചിച്ച് പ്രവാചകൻ വല്ലാതെ ദുഃഖിതനാകുന്നു, പ്രയാസപ്പെടുകയും ചെയ്യുന്നു, നിരാശനാവുകയാണ്. എന്താണ് ഈ ജനങ്ങൾക്ക് പറ്റിയത്? അവർ സത്യം സ്വീകരിക്കാതെ പിന്തിരിഞ്ഞു കളയുമ്പോൾ പ്രവാചകൻ അനുഭവപ്പെട്ട ആ മാനസിക പ്രയാസത്തിനുള്ള മരുന്നായാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയിലെ 129-ാമത്തെ ആയത്തിൽ അവതരിപ്പിച്ചത്. ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു. എന്നിട്ടും അവർ താങ്കളിൽ നിന്ന് പുറംതിരിയുകയാണെങ്കിൽ അവരോട് പറയുക, എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ഒരു ഇലാഹുമില്ല, അവനിൽ മാത്രം ഞാൻ ഭരമേൽപ്പിച്ചു. ജനങ്ങൾ കൂടെയുണ്ടെങ്കിലും ഇല്ലെങ്കിലും, അവർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹു കൂടെയുണ്ട് എന്ന പ്രഖ്യാപനമാണിത്. എനിക്ക് അള്ളാഹു മതി, ഹസ്ബി അല്ലാഹ് എന്ന വാചകം ഏതൊരു പ്രതിസന്ധിയിലും ഒരു വിശ്വാസിക്ക് കരുത്ത് നൽകും തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, അൻ അബി ദർദാ റളിയല്ലാഹു അൻഹു ഖാല മൻ ഖാല ഇദാ അസ്ബഹ വ ഇദാ അംസ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വ ഹുവ റബ്ബുൽ അർശിൽ അലീം 7 മറാത്തിൻ കഫാഹുല്ലാഹ്. സുനൻ അബി ദാവൂദ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസാണ് ഇത് സഹീഹാണ് എന്ന് അൽബാനി പോലെ ഷെയ്ഖ് അൽ അൽബാനികൾ പോലത്തെ പണ്ഡിതന്മാർ ഇതിനെ സഹീഹാണെന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി പറഞ്ഞു, രാവിലെയും വൈകുന്നേരവും 7 തവണ ആരെങ്കിലും ഇപ്രകാരം പറഞ്ഞാൽ, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം എന്ന് 7 തവണ നിങ്ങൾ പറയുകയാണെങ്കിൽ, അയാളെ അലട്ടുന്ന കാര്യങ്ങളിൽ നിന്ന് ദുഃഖമാകട്ടെ, പ്രയാസമാകട്ടെ, ഉത്കണ്ഠയാവട്ടെ, അള്ളാഹു അയാൾക്ക് മതിയായി വന്നാകും. അള്ളാഹു ആശ്വാസം നൽകും. നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ നിന്നുള്ള മോചനം, കടം, രോഗം, ശത്രുഭയം, മറ്റു മാനസിക പ്രയാസങ്ങൾ എന്നിവയിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ ഇത് സഹായിക്കുന്നു. സഹോദരന്മാരെ, നാം ഇന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ കൂടെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ പല ആശങ്കകളുമുണ്ട്. ഇന്നത്തെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പല തരത്തിലുള്ള ഭയം നമുക്കുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് ഉറച്ച മനസ്സോടെ ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കണം, ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു തന്നെ ധാരാളം മതി എന്ന് ഉറച്ച് പ്രഖ്യാപിക്കാൻ സാധിക്കണം. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. اللهم صل على محمد وعلى آل محمد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون.
يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات إنك قريب مجيب الدعوات يا رب العالمين اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين اللهم وفق أميرنا لهداك واجعل أعماله في رضاك وألبسه ثوب الصحة والعافية اللهم اجعل كلمة المسلمين وألف بين قلوبهم اللهم اجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين اللهم تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى آله وصحبه وسلم وآخر دعوانا أن الحمد لله رب العالمين وأقم الصلاة